റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ പകുതിയോളം വരുന്ന പ്രവിശ്യയുടെ 85% തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ബലൂച്ച് വിഘടനവാദികൾ അവകാശപ്പെടുന്നു. സ്വന്തമായി പതാക, ദേശീയഗാനം, കറൻസി, ഭരണ സംവിധാനം കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്നൊക്കെ തോന്നാം. എന്നാൽ പാകിസ്ഥാൻ എന്ന കൃത്രിമ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര തകർച്ചയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഭീകരവാദത്തിന്റെ ആഗോള സ്പോൺസർമാരായ പാകിസ്ഥാന്റെ ഭൂപടം പാടെ തിരുത്തിക്കൊണ്ട് ലോക ഭൂപടത്തിലേക്ക് ഒരു പുതിയ രാജ്യം കൂടി പിറവിയെടുക്കുകയാണോ? സ്വന്തം ജനതയെ അടിച്ചമർത്തുന്ന ഇസ്ലാമാബാദിലെ ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ പ്രഖ്യാപനം. ബലൂചിസ്ഥാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൗമരാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഔദ്യോഗികമായ ഒരു അന്താരാഷ്ട്ര അംഗീകാരം ഈ പ്രഖ്യാപനത്തിനൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഈ വാർത്തകൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. കാരണം പുകയാത്തൊരു കനലും ഇല്ലല്ലോ. സ്വന്തം അതിർത്തിക്കുള്ളിൽ ഭീകരത വിതച്ച പാകിസ്ഥാന് ഇന്ന് സ്വന്തം ജനതയുടെ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു എന്നത് കാലത്തിന്റെ കാവ്യനീതി മാത്രമാണ്. ബലൂചിസ്ഥാൻ എന്ന പ്രദേശത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയാലേ ഈ പോരാട്ടത്തിന്റെ തീവ്രത കൂടി നിങ്ങൾക്ക് ബോധ്യമാകും. പാകിസ്ഥാന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ 44% കൈയാളുന്നത് ബലൂചിസ്ഥാനാണ്. അതായത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യ. എന്നാൽ ജനസംഖ്യയുടെ കാര്യത്തിൽ വെറും 5% മാത്രമാണ് ഇവിടെയുള്ളത്. വിസ്തൃതിയിൽ ഇത്രയും വലിയ ജനസംഖ്യയിൽ കുറവുള്ള ഈ പ്രദേശം ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് എന്നേക്കുമായി വേർപെടാൻ വെമ്പൽ കൊള്ളുകയാണ്. ഈ പോരാട്ടത്തിന് പിന്നിൽ പതിറ്റാണ്ടുകളുടെ കണ്ണീരിന്റെയും വഞ്ചനയുടെയും കറുത്ത ചരിത്രവും ഉണ്ട്. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുമ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല. കലാത് ഖാനേറ്റ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു അത്. എന്നാൽ 48 മാർച്ചിൽ നട്ടലില്ലാത്ത പാക് ഭരണകൂടം തങ്ങളുടെ സൈനിക ബലം ഉപയോഗിച്ച് ബലൂചിസ്ഥാനെ ബലമായി കൈയടക്കുകയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ബലൂച്ച് ജനതയുടെ സ്വതന്ത്ര സമരം. ഒരു വശത്ത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ, മറുവശത്ത് തങ്ങളുടെ സ്വന്തം മുസ്ലിം സഹോദരങ്ങളായ ബലൂജികളെ വെറും അടിമകളായാണ് കണ്ടത്. കഴിഞ്ഞ 75 വർഷമായി പാക് സൈന്യവും അവരുടെ കുപ്രസിദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ബലൂചിസ്ഥാനിൽ നടത്തുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് ആണ്. അതായത് 10,000-കണക്കിന് വരുന്ന ബലൂച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയി കൊന്നൊടുക്കുകയാണ്. ഇതിനെതിരെ ബലൂച്ച് വനിതകളുടെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിലേക്ക് നടന്ന ലോങ് മാർച്ചുകൾ പാകിസ്ഥാന്റെ ക്രൂരമുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ പഞ്ചാബി ഭരണവർഗത്തിന്റെ കൊള്ളയടിക്കലാണ് അടുത്തത്. അതായത് പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ്, കൽക്കരി എന്നിവയാൽ അതീവ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഗ്യാസും വരുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ ഇതിന്റെ സാമ്പത്തിക ലാഭം മുഴുവനും കൊണ്ടുപോകുന്നത് പഞ്ചാബ് പ്രവിശ്യ കേന്ദ്രീകരിച്ചുള്ള പാക് ഭരണവർഗമാണ്. പ്രാദേശിക ജനവിഭാഗങ്ങൾ ഇന്നും കടുത്ത ദാരിദ്ര്യത്തിലും ഇരുട്ടിലുമാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൈനീസ് അധിനിവേശവും. ഇതിനെല്ലാം പുറമെയാണ് കടക്കിണിയിലായ പാകിസ്ഥാൻ തങ്ങളുടെ ചൈനീസ് യജമാനന്മാർക്ക് ബലൂചിസ്ഥാന്റെ മണ്ണ് പണയം വെച്ചത്. ബലൂചിസ്ഥാൻ ഇന്ന് പാകിസ്ഥാന് മാത്രം സ്വന്തമല്ല, ചൈനയ്ക്കും ഒരു വലിയ $1 ബില്യൺ തലവേദനയാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് ഈ ഒരു മേഖലയിലൂടെയാണ്. ബലൂചിസ്ഥാന്റെ തീരത്തുള്ള തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖം ചൈനയ്ക്ക് കൈമാറിക്കൊണ്ട് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ നോക്കി. തങ്ങൾ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെടുമോ എന്ന ഭയം ബലൂച്ച് ജനതയ്ക്കുണ്ട്. ബലൂച്ച് ജനത ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ: ഞങ്ങളുടെ മണ്ണിൽ, ഞങ്ങളുടെ കടലിൽ ചൈനക്കാർക്ക് എന്താണ് കാര്യം? ഇതിന്റെ ഫലമായി ചൈനീസ് എഞ്ചിനീയർമാർക്കും പ്രൊജക്ടുകൾക്കും നേരെ ബലൂച്ച് പോരാളികൾ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് തങ്ങളുടെ ചൈനീസ് സുഹൃത്തുക്കൾക്ക് സുരക്ഷ നൽകാൻ പോലും കഴിയുന്നില്ല. കടം വീട്ടാൻ സ്വന്തം പ്രവിശ്യയെ ചൈനയ്ക്ക് വിൽക്കുന്ന ഒരു പരാജയപ്പെട്ട ഭരണകൂടമായി പാകിസ്ഥാൻ മാറി. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപനത്തിൽ വലിയ തോതിലുള്ള പ്രദേശങ്ങൾ വിഘടനവാദികളുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നുണ്ട്. സൈനികപരമായി നോക്കിയാൽ ബലൂചിസ്ഥാനിലെ ഉൾഗ്രാമങ്ങളിലും മലനിരകളിലും പാക് സൈന്യത്തിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്നതാണ് സത്യം, അല്ലെങ്കിൽ യാഥാർത്ഥ്യം. സ്വന്തം സൈനിക ക്യാമ്പുകൾക്ക് പോലും പുറത്തിറങ്ങാൻ പോലും പാക് പട്ടാളക്കാർ ഭയപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ നിരവധി പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. സ്വന്തം രാജ്യത്തെ ഒരു പ്രവിശ്യയിലെ ക്രമസമാധാനം പോലും നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് പാക് ആർമി ചീഫ് അസീം മുനീറും അവിടുത്തെ പാവ ഭരണകൂടവും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയെ തകർക്കാൻ നോക്കിയ പാകിസ്ഥാന് ഇന്ന് സ്വന്തം മണ്ണിൽ നിന്ന് ഉയരുന്ന ജനരോഷത്തെയും സായുധ പ്രതിരോധത്തെയും തടയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥയൊന്ന് ചിന്തിക്കൂ. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായാൽ അത് പാകിസ്ഥാന്റെ കൃത്രിമ രാജ്യത്തിന്റെ അന്ത്യമായിരിക്കും.
1971 കിഴക്കൻ പാകിസ്ഥാൻ വേർപെട്ട് ബംഗ്ലാദേശ് ഉണ്ടായതുപോലെ ഒരു ചരിത്രപരമായ തകർച്ചയുടെ നിഴലിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. ഒരു വശത്ത് സാമ്പത്തിക തകർച്ചയും അന്താരാഷ്ട്ര കടക്കെണിയും, മറുവശത്ത് ശക്തമാകുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും ബലൂച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സായുധ പോരാട്ടങ്ങളും പാകിസ്ഥാൻ നരകതുല്യമായിട്ടുള്ള പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് അതീവ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ദുർബലപ്പെടുന്നത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാണല്ലോ. ചൈനയ്ക്ക് തങ്ങളുടെ ശതകോടികളുടെ നിക്ഷേപമുള്ള CPEC പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വരുമെന്നത് ചൈനയുടെ ഏഷ്യൻ ആധിപത്യ മോഹങ്ങൾക്ക് ഏൽക്കുന്ന കനത്ത പ്രഹരം കൂടിയായിരിക്കും. തോക്കുകൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും ഒരു ജനതയെ കാലാകാലം അടിച്ചമർത്താൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾ കേവലം ഒരു ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ബലൂച്ച് ജനതയ്ക്ക് നേരെ വംശീയ ഉന്മൂലനത്തിനാണ് പാക് സൈന്യം മുതിരുന്നത്. ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്ലാമാബാദിലെ ഭരണകൂടം തങ്ങളുടെ കിരാത ഭരണം തുടരുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ, പ്രൊഫസർമാർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെ പോലും പാക് ഇന്റലിജൻസ് ഏജൻസികൾ വേട്ടയാടുകയാണ്. സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ തന്നെ ശത്രുക്കളായി കാണുന്ന ഈ ഭീകര ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ബലൂചിസ്ഥാനിലെ യഥാർത്ഥ അവസ്ഥ ഇന്ന് ലോകത്തിന് മുന്നിൽ തീർച്ചയായും വെളിപ്പെട്ടിരിക്കുകയാണ്. അതറിയാത്തവരായി ആരുമില്ല. ഈ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ബലൂച്ച് നേതാക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നു എന്നത് ഈ വിവേചനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര പ്രഖ്യാപനത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട്. അന്താരാഷ്ട്ര നാണയ നിധിക്ക് മുന്നിലും ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഒരു രാജ്യത്തിന് സ്വന്തം പ്രവിശ്യയിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പോയിട്ട് അവിടുത്തെ ക്രമസമാധാനം പാലിക്കാനെങ്കിലുമുള്ള സാമ്പത്തിക ശേഷിയില്ല. ഈ പട്ടിണി രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്നത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വിഭവങ്ങളുടെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നതിലൂടെയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദത്തിന്റെ ഒരു ഫാക്ടറിയായി മാറിയപ്പോൾ അതിന്റെ വില നൽകേണ്ടി വരുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. പാകിസ്ഥാന്റെ പതനം കൂടുതൽ വേഗത്തിലാകുമെന്ന കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. സാമ്പത്തിക പാപ്പരത്വവും ആഭ്യന്തര യുദ്ധവും ഒരേ സമയം നേരിടുന്ന ഒരു ഭരണകൂടത്തിന് എത്ര നാള് പിടിച്ചു നിൽക്കാനാകും? അത് കണ്ടു തന്നെ അറിയണം, അല്ലേ? സ്വന്തം സാമ്പത്തിക തകർച്ചയും ഭീകരവാദവും കാരണം നരകിക്കുന്ന പാകിസ്ഥാൻ ഇനി ഒരു വിഭജനത്തെ കൂടി അതിജീവിക്കുമോ? ബലൂചിസ്ഥാൻ ലോകഭൂപടത്തിലെ പുതിയൊരു സ്വതന്ത്ര രാജ്യമായി എല്ലാവരും അംഗീകരിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കൃത്യമായ അന്താരാഷ്ട്ര വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.